തമിഴ്നാട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 7 മലയാളികൾ മരിച്ചു. കാസർഗോഡ് ബന്ദിയോട് നിന്ന് വേളാങ്കണ്ണിയിലേക്ക് തീർത്ഥാടനത്തിന് പോയവരാണ് അപകടത്തിൽപ്പെട്ടത്. ബന്ദിയോട് മണ്ടേക്കാപ്പിലെ ബെഞ്ചമിൻ മൊണ്ടേരയുടെ കുടുംബാംഗങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. കരൂർ ജില്ലയിലെ കുഴിത്തലയിലാണ് സംഭവം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് അപകടം ഉണ്ടായത്. വിവരങ്ങളുമായി സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, ആദ്യം ഈ അപകട വാർത്ത വരുമ്പോൾ മഹാരാഷ്ട്ര രജിസ്ട്രേഷൻ വാഹനമാണ്, ഇതിൽ മലയാളികൾ ഉണ്ടായിരുന്നില്ല എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അരുൺ, ഇവര് മഹാരാഷ്ട്ര സ്വദേശികളല്ല. യഥാർത്ഥത്തില് കാസർഗോഡ് ജില്ലയിലെ ബന്ദിയോടിനടുത്ത് മണ്ടേക്കാപ്പ് എന്ന ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ബെഞ്ചമിൻ മൊണ്ടേറ മേരി ദമ്പതികളുടെ മക്കളും അവരുടെ പേരക്കിടാങ്ങളും മകന്റെ മക്കളുടെ ഭാര്യമാരും ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പൊ ഈ അപകടത്തിൽ മരിച്ചത്. വളരെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. അവിടെ നിന്ന് ലഭിച്ച ബന്ധുക്കളുടെ ടെലിഫോൺ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 8 പേർ മരണപ്പെട്ടു എന്ന നിലയിലുള്ള ഒരു വിവരം നാട്ടുകാർ നൽകുന്നുണ്ട്. പക്ഷേ അതിന് ആധികാരികതയില്ല. അതുകൊണ്ട് നമുക്ക് കൃത്യമായി ആരൊക്കെ മരണപ്പെട്ടു എന്ന നിലയിൽ പറയാൻ കഴിയില്ല. അതായത് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബെഞ്ചമിൻ മൊണ്ടേറയുടെ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച വിവാഹിതനായ മകൻ ആൽവിൻ മൊണ്ടേറയും അദ്ദേഹത്തിന്റെ നവവധുവായ പ്രീമ മൊണ്ടേറയും ഈ അപകടത്തിൽ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് റീമ, റോഷൻ എന്നീ പറയുന്ന കുട്ടികൾ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. 8 പേർ മരിച്ചുവെന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. പക്ഷേ ആധികാരികമായ വിവരങ്ങൾ ഔദ്യോഗികമായി ലഭിക്കുന്നത് 7 പേരുണ്ട്. മരിച്ചവരുടെ കൃത്യമായ വിവരങ്ങൾ നമുക്ക് നൽകാൻ കഴിയില്ലെങ്കിലും നവദമ്പതികളായ ആൽവിൻ മൊണ്ടേറയും പ്രീമ മൊണ്ടേറയും മരിച്ചതായി ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബെഞ്ചമിൻ മൊണ്ടേറ മേരി ദമ്പതികളുടെ മക്കളായ ഹെറാൾഡ് മൊണ്ടേറ, സുശീല മൊണ്ടേറ ഇവര് 35 വർഷം മുമ്പ് മഹാരാഷ്ട്രയിലെ ആണ് സ്ഥിരതാമസമാണ്. ഇവിടെ നിന്നും ജോലി നേടി അങ്ങോട്ട് പോയവരാണ്. പൂനെയിലാണ് ഇവർ സ്ഥിരതാമസം നടത്തിയിരുന്നത്. അവിടുന്ന് വന്ന വാഹനമാണ് ഈ അദ്ദേഹത്തിന്റെ അനുജൻ ഹെറാൾഡ് മൊണ്ടേറയുടെ സഹോദരനാണ് ആൽവിൻ മൊണ്ടേറ, ഇളയ സഹോദരൻ. അദ്ദേഹത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അവർ അവിടെ നിന്നും വന്ന വാഹനമാണ്. പിന്നീട് കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു വിവാഹം കഴിഞ്ഞ അന്നേ ദിവസം തന്നെ ഇവർ തീർത്ഥാടന യാത്രയ്ക്കായി വേളാങ്കണ്ണിക്ക് പോവുകയായിരുന്നു. അപ്പോൾ മഹാരാഷ്ട്ര രജിസ്ട്രേഷനുള്ള വാഹനമാകാൻ കാരണം അവിടെ നിന്ന് ഹെറാൾഡ് മൊണ്ടേറ വന്ന വാഹനത്തിൽ തന്നെയാണ് ഇവർ. ഒരു കോളിസ് വാഹനമാണ്, കോളിസ് കാറാണ്. ഈ കോളിസ് കാറിലാണ് ഇവർ അങ്ങോട്ട് പോയത്. ഇതേ തുടർന്നാണ് ഈ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അതുകൊണ്ടാണ് മഹാരാഷ്ട്ര സ്വദേശികളാണ് മരണപ്പെട്ടത് എന്ന നിലയിലുള്ള അഭ്യൂഹം ഉണ്ടായത്. യഥാർത്ഥത്തില് ഇവര് അവിടെ താൽക്കാലികമായി സെറ്റിൽ ചെയ്തവരാണ്. ഈ കാസർഗോഡ് മണ്ടേക്കാപ്പ് സ്വദേശികളാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് തൊഴിൽപരമായ കാരണം കൊണ്ട് അങ്ങോട്ട് പോയവരാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇന്ന് പുലർച്ചെ ലോറിയുമായി ഇവർ സഞ്ചരിക്കുന്ന കാറ് കൂട്ടിമുട്ടിയതായും അതിനെ തുടർന്നാണ് ഗുരുതരമായ രീതിയിലുള്ള വലിയൊരു ദുരന്തത്തിന് ഇടയായതെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. മരിച്ചവരുടെ വ്യക്തമായ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. എന്തായാലും ബെഞ്ചമിൻ മൊണ്ടേറയുടെ മക്കളും അവരുടെ പേരക്കിടാങ്ങളും ഭാര്യമാരും ഒക്കെയാണ് മരണപ്പെട്ടതെന്നാണ് നമുക്ക് ആധികാരികമായി ലഭിക്കുന്ന വിവരങ്ങൾ. സണ്ണി ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട്ടിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 7 പേർ മരിച്ചതിൽ നവദമ്പതികൾ ഉൾപ്പെടുന്നു. LDF സർക്കാരിന്റെ 1ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ പട്ടയ വിതരണത്തിന് ഇന്ന് തുടക്കമാകും. കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് ഇന്ന് ഉച്ചയ്ക്ക് 2-ന് നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ 2247 കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യും. സണ്ണി ജോസഫ് ചേരുന്നു. സണ്ണി, മലയോര മേഖലയിൽ അടക്കം വർഷങ്ങളായി പട്ടയം കാത്തു കിടക്കുന്നവർക്കാണ് ഇത് വിതരണം ചെയ്യുന്നത്. എപ്പോഴാണ് ചടങ്ങുകൾ? അരുൺ, ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിന് പരിസരത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഏതാണ്ട് 2247 കുടുംബങ്ങൾക്കാണ് ഇന്നത്തെ ചടങ്ങിൽ പട്ടയം നൽകുന്നത്. LDF സർക്കാരിന്റെ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായാണ് ഈ ദരിദ്ര ജനവിഭാഗങ്ങളിൽപ്പെട്ടവരെ സഹായിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പട്ടിക വിഭാഗക്കാരും ദരിദ്ര ജനവിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമായി 2247 കുടുംബങ്ങൾക്ക് പട്ടയം നൽകാനുള്ള തയ്യാറെടുപ്പാണ് ജില്ലാ ഭരണകൂടം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം ഈ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം നിർവഹിക്കും. റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുക. പി കരുണാകരൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇതോടൊപ്പം തന്നെ പട്ടികവർഗ വിഭാഗത്തിലെ അവരുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 150ഓളം കുടുംബങ്ങൾക്ക് 1/2 ഏക്കർ വീതം 50 സെന്റ് വീതം ഭൂമി കൈമാറുന്ന വനംവകുപ്പിന്റെ ഭൂമിയാണ്. ഇവർക്ക് കൈവശാവകാശ രേഖ നൽകുന്ന ചടങ്ങും ഇതിന്റെ ഭാഗമായി നടക്കും. 90% പട്ടയങ്ങളും ലഭിക്കുന്നത് സാധാരണക്കാരായ പട്ടിക വിഭാഗ അതുപോലെ ദരിദ്ര ജനവിഭാഗങ്ങളിൽപ്പെട്ടവർക്കാണ് എന്നതാണ് ഇതിന്റെ സവിശേഷത. ഈ മാസം 21-ാം തീയതി ഇടുക്കിയിലും സമാന രീതിയിൽ പട്ടയം വിതരണം ചെയ്യുന്നുണ്ട്. മറ്റ് ജില്ലകളിലും തുടർന്ന് പട്ടയ വിതരണം നടക്കും. ഗവൺമെന്റിന്റെ ഏറ്റവും മുഖ്യ 1ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള മുഖ്യ പരിപാടിയായിട്ടാണ്
പാവങ്ങൾക്ക് ഈ പട്ടയങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതി കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അരുൺ. സണ്ണി ജോസഫ്, കാസർഗോഡ് നിന്ന്. ഭിന്നലിംഗക്കാർക്ക് ജോലി നൽകി കൊച്ചി മെട്രോ രാജ്യത്തിന് മാതൃകയാകുന്നു. സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം 23 ഭിന്നലിംഗക്കാർക്ക് ജോലി നൽകിയാണ് ഇവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്. സംസ്ഥാന സർക്കാരിനും KMRL-നും നന്ദി പറയുകയാണ് ഇവർ. കൊച്ചി മെട്രോ യാഥാർത്ഥ്യമാകുമ്പോൾ ഏറെ സന്തോഷിക്കുന്നത് എന്നും അവഗണിക്കപ്പെട്ട ഭിന്നലിംഗക്കാരും അവരുടെ ബന്ധുക്കളുമാണ്. 23 പേർക്ക് ജോലി ലഭിക്കുന്നു എന്നതാണ് ഈ മുഖങ്ങളിൽ പുഞ്ചിരി വിരിയാൻ കാരണം. ആലുവ മുതൽ പാലാരിവട്ടം വരെയുള്ള 11 സ്റ്റേഷനുകളിൽ ജോലിയെടുക്കാൻ തങ്ങളും ഉണ്ടാകുമെന്ന് തൃശൂർ സ്വദേശിയായ രാഗരഞ്ജിനി അഭിമാനത്തോടെ പറയുന്നു. സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ജോലിയല്ല, ഞങ്ങളെ ഈ സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഈ ഇടതുപക്ഷ സർക്കാരും കൊച്ചിൻ മെട്രോയുടെ MD ആയ ഏലിയാസ് ജോർജ് സാറും പിന്നെ സിറ്റി പോലീസ് കമ്മീഷണറായ ദിനേശ് സാറും ഇവരെല്ലാം കൂടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഈ ഒരു ജോലി കിട്ടാൻ സാധ്യമായത്. ഞങ്ങൾക്ക് സ്ഥിരമായൊരു ജോലി ആവശ്യമാണ്. കാരണം ഞങ്ങൾക്ക് സമൂഹത്തിന് മുന്നിൽ മുഖ്യധാരയിൽ ഞങ്ങൾക്കും കഴിവുണ്ട്, ഞങ്ങളിലും കഴിവുള്ളവരാണ്, ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടേണ്ടവരല്ല. 5 പേർക്ക് ടിക്കറ്റ് കൗണ്ടറിലും 18 പേർക്ക് ഹൗസ് കീപ്പിംഗിലുമാണ് നിയമം. പ്രവാസികളുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്കായി നോർക്ക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നു. ലോക കേരള സഭ ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന നോർക്ക ഗവേണിംഗ് ബോഡി യോഗം തീരുമാനിച്ചു. പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യുക, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക, പ്രവാസ ക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ സർക്കാരിന് മാർഗനിർദ്ദേശം നൽകുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. പ്രവാസികളുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്കായാണ് നോർക്ക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ ഉദ്ഘാടനം ജനുവരിയിൽ തിരുവനന്തപുരത്ത് നടത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന നോർക്ക ഗവേണിംഗ് ബോഡി യോഗം തീരുമാനിച്ചു. പ്രവാസി വിഷയങ്ങൾ ചർച്ച ചെയ്യുക, വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ സ്വരൂപിക്കുക, പ്രവാസക്ഷേമ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിൽ സർക്കാരിന് മാർഗനിർദ്ദേശം നൽകുക എന്നീ ഉദ്ദേശങ്ങളോടെയാണ് ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത്. നിയമസഭാ സാമാജികർ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ എന്നിവരാണ് സഭയിലെ അംഗങ്ങൾ. ചർച്ചകളും സെമിനാറുകളും ഇതിന്റെ ഭാഗമായി നടക്കും. വർഷത്തിലൊരിക്കലാണ് സഭ സമ്മേളിക്കുന്നത്. പ്രവാസി മലയാളികൾക്ക് കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ ഗ്ലോബൽ കൾച്ചറൽ ഫെസ്റ്റിവലും ഇതിനോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. ഇതിനു പുറമെ പ്രവാസി മലയാളികളെക്കുറിച്ച് സമഗ്രമായ വിവരശേഖരം നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മാരക രോഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി ആവിഷ്കരിക്കാനും പദ്ധതിയുണ്ട്. കെ വരദരാജനെ എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായി നിയമിക്കാനും യോഗം തീരുമാനിച്ചു. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ചാലക്കുടി മണ്ഡലത്തിലെ റെയിൽവേ വികസന പദ്ധതികൾ അടിയന്തരമായി പൂർത്തിയാക്കണം എന്നാവശ്യപ്പെട്ട് ഇന്നസെന്റ് MP നിരാഹാര സമരത്തിലേക്ക്. അല്പസമയത്തിനകം ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കും. സാലി മുഹമ്മദ് വിവരങ്ങൾ നൽകും. സാലി, മറ്റു വിശദാംശങ്ങൾ കൂടി. അല്പസമയത്തിനകം തന്നെ ഏകദിന സത്യാഗ്രഹ സമരം ആരംഭിക്കും. MPയും ഒപ്പം മറ്റ് ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ള ഒരു വലിയ പൗരാവലി തന്നെയാണ് ഈ സമരരംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സമരം ആരംഭിക്കും. മണ്ഡലത്തിൻ്റെ റെയിൽവേ വികസന രംഗത്ത് കാണിക്കുന്ന കേന്ദ്ര സർക്കാരും റെയിൽവേ മന്ത്രാലയം പുലർത്തുന്ന അലംഭാവവും അവഗണനയും അവസാനിപ്പിക്കണം എന്നാണ് ഈ സമരത്തിൻ്റെ ആവശ്യം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി MP നിരന്തരം പ്രക്ഷോഭ രംഗത്തുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ ആവശ്യം ഉന്നയിച്ച് നിരവധി തവണ അദ്ദേഹം കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനെയും സമീപിക്കുകയും ചെയ്തു. പക്ഷേ അക്കാര്യത്തിലൊന്നും അനുകൂലമായൊരു നിലപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ റെയിൽവേ മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാവാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു പ്രത്യക്ഷ സമരപരിപാടിയിലേക്ക് ഒരു ലോകസഭാംഗം കൂടിയായ ഒരു സെലിബ്രിറ്റി, ഒരു ചലച്ചിത്ര താരം ഇപ്പോൾ പ്രത്യക്ഷ പ്രക്ഷോഭ പരിപാടിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിക്കുന്ന ഒട്ടനവധി വിഷയങ്ങളുണ്ട്. റെയിൽവേ വികസനവുമായി ബന്ധപ്പെട്ട് തീർത്തും അവഗണനയാണ് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തോട് കാണിക്കുന്നത് കേന്ദ്ര സർക്കാരും കേന്ദ്ര റെയിൽവേ മന്ത്രാലയവും എന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതിന് അദ്ദേഹം എണ്ണി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പ്രധാന ട്രെയിനുകളുടെ, അത് പാസഞ്ചറുകളുടേതാണെങ്കിലും
എക്സ്പ്രസ്സുകളുടേതാണെങ്കിലും സ്റ്റോപ്പുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യത്തിൽ വലിയ അവഗണനയാണ് ഈ കേന്ദ്ര സർക്കാർ റെയിൽവേ മന്ത്രാലയം പുലർത്തുന്നത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. മാത്രമല്ല, മണ്ഡലത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണവും ആധുനികവൽക്കരണവും വലിയൊരു ആവശ്യമായി കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആവശ്യമാണ്. അത് സംബന്ധിച്ച് ഒരു പഠനം തന്നെ നടത്തി MP-യുടെ നേതൃത്വത്തിൽ വിദഗ്ധരുടെ ഒരു സമിതി രൂപീകരിച്ച് ഒരു പഠനം നടത്തി ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അത് MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഉടനെ 2014 അത്തരമൊരു പരിപാടി ഇന്നസെന്റ് MP സംഘടിപ്പിച്ചത്. പക്ഷേ അത്തരം പഠനത്തിൻ്റെ ഫലമായി രൂപപ്പെടുത്തിയ പഠന റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടികളിലേക്കും കടക്കാൻ റെയിൽവേ മന്ത്രാലയം തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് വലിയൊരു പ്രക്ഷോഭവുമായി MP ഇപ്പോൾ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ MP സമരത്തിന് തയ്യാറായി എത്തിയിട്ടുണ്ട്. മറ്റ് ജനപ്രതിനിധികളടക്കം ഒട്ടനവധി പേർ നാട്ടുകാർ ഇപ്പോൾ ഈ ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിലെത്തിയിട്ടുണ്ട്. ഒപ്പം വിവിധ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനുകളും വിവിധ അത്തരം സംഘടനകളും രാഷ്ട്രീയ ഭേദമന്യേ വിവിധ സംഘടനകളും MP-ക്ക് പിന്തുണയും ഐക്യദാർഢ്യവും പ്രകടിപ്പിച്ച് ബാനറുകളുമായി ഇവിടെ അണിനിരന്നിട്ടുണ്ട്. അക്ഷരാർത്ഥത്തിൽ വലിയൊരു ബഹുജന പ്രക്ഷോഭത്തിനാണ് ചാലക്കുടി റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഇന്ന് വേദിയാകാൻ പോകുന്നത് എന്നുള്ളതാണ് വസ്തുത. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ മന്ത്രാലയത്തിനെയും കേന്ദ്ര സർക്കാരിനെയും കണ്ടു തുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തി വിശദമായ ഒരു റിപ്പോർട്ട് തന്നെ കേന്ദ്ര സർക്കാരിന് റെയിൽവേ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു. പക്ഷേ അത് ന്യായമായി പരിഗണിക്കുന്ന കാര്യത്തിൽ വലിയ അലംഭാവവും അവഗണനയും പുലർത്തുന്നു. ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഇന്നസെന്റ് MP-യുടെ ആവശ്യം. സാലി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. വരണ്ടുണങ്ങി കേരളം. ജലക്ഷാമം മുതലെടുത്ത് മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ കൊയ്യുമ്പോൾ സ്വന്തം ചെലവിൽ കിലോമീറ്ററുകൾ അകലെ നിന്നും ശുദ്ധജലം കൊണ്ടുവന്ന നാട്ടുകാർക്ക് സൗജന്യമായി നൽകുകയാണ് കള്ളിമാലി ചിറ്റടിച്ചാലിൽ ഷൈജു എന്ന ചെറുപ്പക്കാരൻ. കടുത്ത ജലക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ മലിനജലം പോലും കുടിവെള്ളം എന്ന പേരിൽ വിറ്റ് പലരും ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോഴാണ് ഇടുക്കിക്കാരൻ ഷൈജു വ്യത്യസ്തനാകുന്നത്. രാജക്കാട് കള്ളിമാലിയിൽ കഴിഞ്ഞ ഓഗസ്റ്റോടെയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത്. പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശമായതിനാൽ കിണറുകൾ നാമമാത്രമായ ഇവിടെ കുടിവെള്ളം ഇപ്പോൾ കിട്ടാക്കനിയാണ്. നാട്ടുകാരുടെ ദുരിതം കണ്ടാണ് പ്രദേശത്തെ 22ഓളം വീട്ടുകാർക്ക് ദിനംപ്രതി 50 ലിറ്റർ കുടിവെള്ളം ഷൈജു എത്തിച്ചു നൽകുന്നത്. കുടിവെള്ളത്തിന്റെ വളരെയധികം ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇങ്ങനൊരു പരിപാടി ചെയ്യാൻ തീരുമാനിച്ചത്. 22 വീട്ടുകാർക്ക് ഡെയിലി 50 ലിറ്റർ വീതം കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ വലിയ കോർണയിൽ ഒരു മണിക്കൂർ ഇരുന്നാലാണ് ഒരു കുടം വെള്ളം കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു സേവനം ചെയ്യുന്നത്. കടുത്ത കുടിവെള്ളം ക്ഷാമം നേരിടുന്ന ഘട്ടത്തിൽ ഷൈജുവിന്റെ പ്രവർത്തനം ഒരു ജീവകാരുണ്യമായാണ് നാട്ടുകാരും കാണുന്നത്. കുടിവെള്ള ക്ഷാമത്തിന്റെ ഈ സമയത്ത് ഞങ്ങൾക്ക് ഈ ഷൈജു കൊണ്ടുതരുന്ന ഈ വെള്ളമാണ് ഇപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഞങ്ങളത് വന്ന് കൊണ്ടുപോയാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് ഇപ്പോൾ പോകുന്നത്. 4 കിലോമീറ്റർ അകലെ നിന്നാണ് ഷൈജു വെള്ളമെത്തിക്കുന്നത്. രാവിലെ 6 മണിയോടെ വാഹനത്തിൽ നാട്ടുകാർക്ക് വെള്ളമെത്തിച്ച ശേഷമാണ് ഉപജീവനത്തിനായി ഈ ചെറുപ്പക്കാരൻ തന്റെ വാഹനവുമായി നിരത്തിലിറങ്ങുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കശ്മീരിൽ അതിർത്തിയിൽ പാക് പ്രകോപനം തുടരുന്നു. നൌഷാര സെക്ടറിൽ പാക് സൈന്യത്തിന്റെ വെടിവയ്പ് ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നു. സന്തോഷ് ദില്ലിയിൽ നിന്ന്. സന്തോഷ്, ഇപ്പോഴും വെടിവയ്പ് തുടരുകയാണോ? അരുൺ, വെടിവെപ്പ് ഇന്നലെ രാത്രിയോടുകൂടി പൂർത്തിയായിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യവും തിരിച്ച് ശക്തമായി തന്നെ എതിർത്തു. ഈ കഴിഞ്ഞ 3 ദിവസമായി തുടർച്ചയായി പാകിസ്ഥാൻ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇന്ത്യൻ ഭാഗത്തേക്ക് വെടിയുതിർക്കുകയാണ്. പാകിസ്ഥാൻ ബോർഡർ ഫോഴ്സിന്റെ നേതൃത്വത്തിലാണ് ആസൂത്രിതമായ വെടിവെപ്പ്. പല ഭാഗങ്ങളിലായി പല ഭാഗങ്ങളിലായാണ്. ശ്രദ്ധ തെറ്റിക്കാനുള്ള നീക്കമാണോ ഇതെന്ന് പോലും സംശയിക്കുന്നു. കാരണം നുഴഞ്ഞുകയറ്റം പ്രോത്സാഹിപ്പിക്കുന്ന നുഴഞ്ഞുകയറാനുള്ള സഹായം ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരം വെടിവെപ്പുകൾ സാധാരണ പാകിസ്ഥാൻ നടത്താറുള്ളത്. അതുതന്നെയാണ് ഇപ്രാവശ്യവും ഇന്ത്യൻ സൈന്യം സംശയിക്കുന്നത്. എന്തായാലും കാര്യമായ ആൾനാശമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്ത്യൻ സൈന്യത്തോടും ശക്തമായി തിരിച്ചടിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. അത്തരത്തിൽ തന്നെയാണ് മറുപടി നൽകുന്നതെന്നും സൈന്യവും വ്യക്തമാക്കിയിട്ടുണ്ട്. സന്തോഷ് സർലിംഗ്, ദില്ലിയിൽ നിന്ന്. ജസ്റ്റിസ് കർണന്റെ മാപ്പപേക്ഷ സുപ്രീംകോടതി പരിഗണിച്ചില്ല. അറസ്റ്റ് ഒഴിവാക്കണം എന്നും കർണന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആവശ്യങ്ങളെല്ലാം പിന്നീട് പരിഗണിക്കാം എന്ന് സുപ്രീംകോടതി അറിയിച്ചു. ശിക്ഷയിൽ നിന്നും ഒഴിവാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീംകോടതി രജിസ്ട്രാർ സ്വീകരിക്കുന്നില്ല എന്നും കർണന്റെ അഭിഭാഷകന്റെ പരാതി. അതേസമയം ജസ്റ്റിസ് കർണൻ മദ്രാസ് ഹൈക്കോടതിയിൽ കീഴടങ്ങിയേക്കും. അറസ്റ്റ് ചെയ്യാൻ 3 സംസ്ഥാനങ്ങളിലെ പോലീസ് തെരച്ചിൽ നടത്തവേ മാപ്പപേക്ഷയുമായി ജസ്റ്റിസ് കർണന്റെ അഭിഭാഷകൻ സുപ്രീംകോടതിയെ സമീപിച്ചു. ശിക്ഷിച്ചാലും മാപ്പ് പറയാനുള്ള വ്യവസ്ഥ നിയമത്തിലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കർണൻ സുപ്രീംകോടതിക്ക് മുമ്പിലെത്തിയത്.
കോടതി ലക്ഷ്യക്കേസിൽ നിരുപാധികം മാപ്പ് പറയാൻ സന്നദ്ധനാണ്. കർണന് 6 മാസം തടവ് ശിക്ഷ വിധിച്ച 7-അംഗ ബെഞ്ചിന് അധ്യക്ഷത വഹിച്ച ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ കർണന്റെ അഭിഭാഷകൻ വിഷയം ഉന്നയിച്ചു. പക്ഷേ അടിയന്തരമായി ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. 7-അംഗ ബെഞ്ച് വീണ്ടും ചേരുമ്പോൾ കർണന്റെ ആവശ്യം പരിശോധിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ജസ്റ്റിസ് കർണൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്നതിനാൽ ഇക്കാര്യത്തിൽ വേഗം ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് അഭിഭാഷകൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രത്യേകം അപേക്ഷ നൽകാൻ നിർദ്ദേശിക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇതേ ആവശ്യവുമായി വരുന്നതെന്തിനെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. സുപ്രീം കോടതി ഇടപെടാത്ത സാഹചര്യത്തിൽ കർണന്റെ നില വീണ്ടും പരിങ്ങലായി. അറസ്റ്റ് ഒഴിവാക്കാനുള്ള കർണന്റെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടുകയാണ്. മാപ്പപേക്ഷ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ അറസ്റ്റ് വാറന്റ് സുപ്രീം കോടതി പുറപ്പെടുവിക്കില്ലായിരുന്നുവെന്നാണ് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. മൂന്നാറിലുള്ള തന്റെ 8 സെന്റിന് പട്ടയം തരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് എസ് രാജേന്ദ്രൻ MLA. തന്നെ പോലെ ആയിരങ്ങളുണ്ട്. അവരെ കിടപ്പാടത്തിൽ നിന്ന് ഇറക്കിവിടാനാകില്ല എന്നും തങ്ങൾ തമിഴരല്ല കേരളീയരാണ് എന്നും പീപ്പിൾ ടിവിയുടെ അന്യോന്യം പരിപാടിയിൽ എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി. മൂന്നാറിലുള്ള തന്റെ 8 സെന്റിന് പട്ടയം തരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് എസ് രാജേന്ദ്രൻ MLA. തന്നെ പോലെ ആയിരങ്ങളുണ്ട്. അവരെ കിടപ്പാടത്തിൽ നിന്ന് ഇറക്കിവിടാനാവില്ലെന്നും തങ്ങൾ തമിഴരല്ല കേരളീയരാണെന്നും എസ് രാജേന്ദ്രൻ പറഞ്ഞു. പീപ്പിൾ ടിവിയുടെ അന്യോന്യം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജേന്ദ്രൻ MLAയുടെ സ്ഥലം പുറമ്പോക്കും തരസും പട്ടയം കൊടുക്കാവുന്ന ഭൂമിയുമാണ്. പട്ടയം കാണുന്നു, എന്നാൽ പോക്കുവരവ് ഉണ്ടായിട്ടില്ല. എന്നാൽ എൻ്റെ ഭൂമി പോക്കുവരവ് ചെയ്ത് ആദ്യമായി 2001 കോടതിയിൽ ഒരാൾക്ക് ജാമ്യം എടുത്തു, ആദ്യത്തെ രസീത്. അപ്പം ഈ നിലയിൽ എഴുതിയതിന് ശേഷം പറഞ്ഞു ഈ ഫയൽ കാണാനില്ല. തോട്ടം തൊഴിലാളിക്ക് ഭൂമി എന്ന EMSന്റെ കാഴ്ചപ്പാട് അനുസരിച്ചാണ് തങ്ങൾക്ക് ഭൂമിയിൽ അവകാശം കിട്ടിയത്. ആ സ്ഥലത്തിന് രേഖയുണ്ട്. അത് തന്നത് ഉദ്യോഗസ്ഥരാണ്. അതിന്റെ ഫയൽ കാണാനില്ലെങ്കിൽ താനല്ല ഉത്തരം പറയേണ്ടത്. പകരം യഥാർത്ഥ രേഖ തരേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്നും രാജേന്ദ്രൻ പറഞ്ഞു. ഈ ഫയൽ കാണേണ്ടതും ഇത് നോക്കേണ്ടതും എല്ലാം റവന്യൂ ഡിപ്പാർട്ട്മെന്റാണ്, എൻ്റെ ബാധ്യതയിൽപ്പെട്ടതല്ല. പട്ടയം കിട്ടിയിട്ട് കറമടയ്ക്കാതെ കിടക്കുന്നവർക്കും എന്നെപ്പോലെ ആയിരക്കണക്കിനുണ്ട്. പട്ടയം കിട്ടിയവർക്ക് ഫയൽ കാണാതെ പോയ ആളുകൾ ആയിരക്കണക്കിനുണ്ട്. താൻ MLA ആയതുകൊണ്ടാണ് തന്റെ കാര്യം മാത്രം ചിലർ പ്രചരിപ്പിക്കുന്നത്. മൂന്നാറിൽ ഭൂമി കിട്ടിയ തോട്ടം തൊഴിലാളികളെ കുടിയിറക്കാനാണ് അവരുടെ നീക്കം. തങ്ങളാരും കയ്യേറ്റക്കാരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എസ് രാജേന്ദ്രൻ MLAയുമായുള്ള അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ശനിയാഴ്ച രാത്രി 7:30 പീപ്പിൾ ടിവിയിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്.